മിഗില, ഇന്ത്യൻ ആർമിയുടെ പുതിയ കണ്ടുപിടുത്തം. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോറബിൾ പാസിന്റെ പുതിയ കിരീടാവകാശി. എന്നാൽ മിഗില കീഴടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമല്ലെന്നറിഞ്ഞിട്ടും മിഗില കീഴടക്കാനുള്ള ആഗ്രഹം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. മിഗില കീഴടക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 10 ബൈക്കേഴ്സിലെത്താനും കേരളത്തിൽ നിന്നുള്ള ആദ്യ റൈഡേഴ്സ് ആവാനും പറ്റിയ ഒരു അവസരം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഇന്നത്തെ പ്ലാൻ എന്താണെന്ന്. ആൻലയിൽ ഇപ്പോൾ -10 കേട്ടോ. എന്നാലും ആ തണുപ്പിനെയൊക്കെ വകവയ്ക്കാതെ നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിഗില കീഴടക്കിയേ പറ്റൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം ഞങ്ങളിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അതിനായി കഴിഞ്ഞ ദിവസം ആ ആർമി ഓഫീസർ പറഞ്ഞ അതേ സമയം നമ്മൾ ആ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ കയറി ചെല്ലുന്നത് വലിയൊരു പണിയിലേക്കാണെന്ന് ഇതുവരെയും ഞങ്ങളിൽ ആർക്കും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ട ആ ആർമി ഓഫീസർ നമുക്ക് തന്നത് മുട്ടൻ പണിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അങ്ങേരുടെ പണി ഗോവിന്ദയാവുമെന്ന്. എന്നാൽ അങ്ങേർ നമുക്ക് തന്ന പണിയിൽ നമ്മുടെ കാര്യമാണ് ഗോവിന്ദയായത്. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ ആ ബോർഡർ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ പറയാട്ടോ. ഈ വീഡിയോ കണ്ട് ആരെങ്കിലും മിഗില കയറാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഓൺ റിസ്കിൽ കയറുക കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, മിഗില പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ അല്ല. അതിനു പുറമെ ഇവിടെ റോഡില്ല. ഇനിഷ്യൽ റോഡ് വെറും 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി 30 കിലോമീറ്റർ വെറും മലനിരകൾ മാത്രമാണ്. മലയുടെ പുറത്തൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോയത്. സോ വരുന്നവർ അവരവരുടെ ഓൺ റിസ്കിൽ വരിക. ആ ആർമി ഓഫീസർ പറഞ്ഞത് സത്യമായിരുന്നു കേട്ടോ. ഇവിടെ ആരും ജോലിക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും കണ്ടുമില്ല. ഇത്ര നേരത്തെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രയും തണുപ്പാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം നോർമൽ ഗിയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ തണുപ്പിനെ അങ്ങ് അതിജീവിക്കാൻ വളരെ പാടുപെട്ടു. പറ്റില്ല, തിരിച്ചു പോവാം എന്നുള്ളൊരു കോൺവെർസേഷൻ വരെ ആയി. ബേസിക്കലി ചൂടിൽ നിന്നും പതുക്കെ തണുപ്പിലോട്ട് പോകുന്ന നമുക്ക് ചെറിയൊരു തണുപ്പ് തന്നെ വളരെ വലിയൊരു തണുപ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ -10 എത്രത്തോളം തണുപ്പുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തത് ചുമ്മാ അങ്ങനെ തള്ളല്ലേ, ഇവിടെ ഒന്നും ആ പറയുന്ന അത്ര തണുപ്പൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടു. ആ പറഞ്ഞ ബ്രോ നവംബറിലാണോ ഇവിടെ വന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും ആയിരിക്കില്ല. അതുകൊണ്ടാണ് അത്രയും തണുപ്പില്ലെന്ന് പുള്ളി പറയാനുള്ള കാരണം. നവംബർ മാസങ്ങളിലാണ് ആ ബ്രോ ലഡാക്ക് വന്നതെങ്കിൽ എന്നിട്ടും പുള്ളിക്ക് തണുത്തില്ലെങ്കിൽ ഞാൻ എഴുതി തരാം അങ്ങേര് മനുഷ്യനല്ല. ഓരോ അടി മുന്നോട്ട് പോകുന്തോറും തണുപ്പ് കൂടി വന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്തേലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലായി. വരാനിരിക്കുന്ന ദുരന്തം ഇതിനേക്കാൾ വലുതായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ തണുപ്പിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊരു ആശങ്ക മാത്രമേ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടുത്തെ ജോലിക്കാരുടെ ആർമിക്കാരുടെ കണ്ണിപ്പെടാതെ എത്രയും പെട്ടെന്ന് മിഗില കയറുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പ് ഒരടി ബൈക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിലോട്ടായി.
തണുപ്പൊക്കെ ഒന്ന് അകറ്റി പതിയെ റൈഡ് മുന്നോട്ട് പോയി. ഇനിഷ്യൽ റോഡിന്റെ അവസാനമായിരുന്നു ഞങ്ങൾ നിർത്തിയ ആ സ്ഥലം. ഇനിയുള്ളത് ദേ ഇതുപോലത്തുള്ള റോഡ് എന്ന് പറയാൻ പറ്റില്ല, റോഡിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന സ്ഥലം എന്ന് വേണേ പറയാം. ഇവിടെ നിന്ന് മികില പോവാൻ ഇതേ ഉള്ളൂ ഒരേ ഒരു വഴി. എന്ത് വില കൊടുത്തും മികില കയറുക എന്നുള്ളൊരു ലക്ഷ്യം മനസ്സിലുള്ളത് കൊണ്ട് ഈ വഴിയൊക്കെ ഞങ്ങൾക്ക് സ്വർഗമായിട്ടാണ് തോന്നിയത്. എന്നാൽ ഇപ്പോഴും വരാനിരിക്കുന്ന നരകത്തെ ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചെറു നദികൾ വരെ തണുത്തുറഞ്ഞിരിക്കുന്നു. വെള്ളം ഐസായാലുള്ള അവസ്ഥ അറിയാലോ. ഈ ഒരു ചെറു നദി കടക്കാൻ ചെറുതൊന്നുമല്ല ഞാൻ പേടിച്ചത്. വീണ് കഴിഞ്ഞാൽ എന്തായാലും വണ്ടി എടുക്കാനും പറ്റില്ല, എനിക്ക് എണീക്കാനും പറ്റില്ല. പേടിച്ചിട്ടാണെങ്കിലും ആ നദി കടന്നപ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയായിരുന്നു. മികില എത്താനുള്ള ആഗ്രഹം അതിനേക്കാൾ വലുതായതുകൊണ്ടായിരിക്കാം ആ സന്തോഷം അത്ര നീണ്ടു നിന്നില്ല. ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ടപ്പോൾ മനസ്സിലൊരു ആശ്വാസം. ഈ തണുപ്പിൽ നിന്നൊരു അറുതി കിട്ടുമല്ലോ. എന്നാൽ ഒരു കാര്യം മനസ്സിലായി, സൂര്യരശ്മികൾ ഈ മലമുകളിലെത്താൻ ഇനിയും സമയം ഏറെ എടുക്കും. റൈഡർ എന്ന നിലയിൽ ഇതിലൂടെയുള്ള യാത്ര നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇതിലൂടെ കടന്നു പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്ര സുഗമവും അല്ല. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിരിക്കുന്നു. 15 കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ മുകളിലോട്ട് എത്തിയിരിക്കുന്നു. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഓഫീസർ തന്ന പണി വരുന്നത്. എല്ലാവരും ഇന്നലെ നമ്മളോട് ആ ഓഫീസർ പറയുന്നത് കേട്ട് വിചാരിച്ചു അങ്ങേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന്. പക്ഷെ അങ്ങേരുടെ മനസ്സിൽ വേറൊന്നായിരുന്നു. അങ്ങേര് നമ്മളോട് പറഞ്ഞു രാവിലെ 6 മണിക്ക് കയറിയ ആരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി പോവാന്ന്. അത് സത്യം തന്നെയാണ്, ആരും ഉണ്ടായിരുന്നില്ല, ഈസി ആയിട്ട് കയറി വന്നു. ഏകദേശം ആ ക്യാമ്പിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മുകളിലായിട്ട് കിടക്കുന്നു ഒരു പാതാളം പോലെ ഒരു കിടങ്ങ്. पैदल पैदल അതാണ് മറ്റേ റോഡ് ഇങ്ങനെ വന്ന് ചേർന്നടാ, അതിലേക്ക് ചേർന്ന് ഏത് വരെ ആ ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ കുഴി ഉണ്ടാക്കി വെച്ചേക്കണേന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. എനിക്കെന്നല്ല, എല്ലാവർക്കും സംശയമുണ്ട്. സംശയമല്ല, ഉറപ്പ് തന്നെയാണ്. അങ്ങയുടെ കോൺഫിഡൻസ് കണ്ടപ്പോൾ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ വേണ്ടി ഞാൻ ആ കിടങ്ങിലേക്കൊന്ന് ഇറങ്ങി നോക്കി. എൻ്റെ പൊന്നു ഗൈസ്, എനിക്ക് കയറാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല എന്നൊരവസ്ഥ. അത്യാവശ്യം വലിയ കിടങ്ങാണ്, നമുക്ക് വണ്ടി ഇറക്കാനും കയറ്റാനും അതിനകത്തുനിന്ന് പറ്റില്ല, ഉറപ്പാണ്. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിനുത്തരം കിട്ടാതെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുമായിരുന്നു ഏകദേശം ഒരു 1/2 മണിക്കൂർ വരെ. ഈ സൈഡിൽ നിന്നും ആ സൈഡിലേക്ക് പോയി സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിയ ശേഷം ഞാൻ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് വരെ നല്ലതുപോലെ ബുദ്ധിമുട്ടി. അത്രയും വലിയ കിടങ്ങായിരുന്നു കേട്ടോ. കുഞ്ഞുനാളിൽ തവളച്ചാട്ടത്തിന് ഫസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കയറി വന്നു. ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വരാനിരിക്കുന്ന ദുരന്തം ഇതാണെന്ന്. എന്നാൽ ഇതൊന്നും അതല്ല.
ഇതിനേക്കാളും വലിയ ദുരന്തമെന്നല്ല, ഒരു നരകം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മണിക്കൂറുകൾ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതൊരിക്കലും മറക്കാനും സാധിക്കില്ല. ഏകദേശം അരമണിക്കൂർ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയതിന് ശേഷം ഞങ്ങളുടെ ബാക്കിൽ ഒരു കാറ് വന്നു. ആ കൂട്ടത്തിൽ ഒരു ബൈക്കറും ഉണ്ടായിരുന്നു. എക്സ്പൾസിനെ മോഡിഫൈ ചെയ്ത് ഒരു സ്റ്റണ്ട് ബൈക്കാക്കിയ ഒരു ബൈക്കർ. മികില തന്നെയാണ് അവരുടെയും ലക്ഷ്യം. ഞങ്ങളെപ്പോലെ തന്നെ ഇതിലൂടെ പോകാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങളെപ്പോലെ മുഖത്തോട് മുഖം നോക്കിയല്ല അവരിരുന്നത്. ആ ബൈക്കർ നേരെ താഴെ പോയി വേറൊരു വഴി കണ്ടുപിടിച്ചു. ആ വഴി വേറൊന്നുമല്ലായിരുന്നു, ഇവിടെ നിന്ന് കുറച്ചു ദൂരം താഴെ പോയാൽ ഈ മലയുടെ സ്ലോപ്പ് കുറച്ച് കുറവായ ഒരു സ്ഥലം കാണാം. ആ സ്ഥലത്തിലൂടെ ഈ മല കയറി മലയുടെ അപ്പുറത്തേക്ക് ഇറങ്ങുക എന്നതായിരുന്നു ആ ഐഡിയ. പറയുമ്പോൾ ഈസി ആയിരുന്നെങ്കിലും അതെത്ര എളുപ്പമുള്ളതല്ലായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ മികില അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരേ ഒരു വികാരം എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ ഏത് എളുപ്പമില്ലാത്ത വഴികളും സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മല കയറുക എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി. ആ ചോട്ടിന്ന് അങ്ങനെ കയറി ഇങ്ങനെ കയറി വരാം. അങ്ങനെ കയറുമോ? ഒലിക്കി എടാ അങ്ങോട്ടല്ല അങ്ങോട്ടില്ല. അങ്ങനല്ലേ അങ്ങനല്ലേ ഞാൻ അങ്ങോട്ട് പോകും. സ്ട്രൈറ്റ് ആയിട്ട് തന്നു. എങ്ങനെയുണ്ട് അടിയിൽ എന്താ ഉള്ളു? കല്ലാണ്. ഞാൻ ചരിഞ്ഞു പോയി. ആ രണ്ട് സൈഡ് ആള് പിടിക്കണം. കാറൊന്നും കയറില്ല. എടാ നീ ഈ സൈഡ് പിടിക്കും. ഇപ്പൊ കയറും. ഈ സൈഡ് പിടിക്കും. കാര്യം ചെയ്തോ. വലിയ കല്ലുണ്ട് കുടുങ്ങിയ കല്ലടി വെച്ചു കൊടുത്തു. അവർ ചെറിയ കല്ല അടി വെക്കും. എടാ ഇങ്ങോട്ട് ചരിഞ്ഞ ഞാൻ വീഴും. അതാണ്
കയറ്റി വാ. ആക്സിഡന്റ് കൈ എടുത്തത് കേറ് ക്ലച്ച് താങ്ങി എടുത്തു പോട്ടെ. വിടില്ല കേറ് വാ. Go. ആ റോഡാണ്. നീ തളരാതെടാ, കേറും കേറ്റ്. തിരിക്കും ഇപ്പൊ തിരിക്കും വണ്ടി തിരിക്കും. നീല്ലേ താങ്ങിട്ട് തന്നെ വാ, കുഴപ്പമില്ല. ക്ലച്ച് കരിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അവന്മാര് വരും. വരി വാ. എങ്ങനെ പോരാണ്? वंडी केरलड़ा अरे डोमिनार है ब्रो, उसका गाड़ी है ना डोमिनार 250 है। हाँ पावर नहीं देगा। हाँ पावर नहीं देगा। गाड़ी हाईवे से बैठ जाएगा।
ഓ അതിൽ നീ പാസ് ചെയ്തു എടാ എങ്ങനെയും മികില കയറി മികില അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങളത് ഇതുവരെ എത്തി. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ നമ്മൾ ഓരോരുത്തരായിട്ട് മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇതിനിടയിൽ ഡൊമിനാർ പവർ ലോസ് തന്ന് കുറേ പ്രാവശ്യം നിന്നു. മികില കയറണം എന്നുള്ള ഒറ്റ മൈൻഡിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യണേന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്ങനെയും അതിൻ്റെ ടോപ്പിലെത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇതിനെല്ലാം നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് മികില കണ്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് കയറി വന്ന ഞങ്ങൾ 11 മണിയായിട്ടും ഇവിടെ നനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ മിനിറ്റും പെട്ടെന്ന് ഓടിപ്പോകുന്ന പോലെയാണ് എനിക്ക് ഫീലായത്. അങ്ങനെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ആ മല കയറി അപ്പുറത്തേക്ക് ഇറങ്ങി. മികില കയറുന്നതിൻ്റെ അതിയായ സന്തോഷം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. ആ മല കയറി ഇറങ്ങി നേരെ കയറി ചെന്നത് മികില പാസിൻ്റെ ബേസ് ക്യാമ്പിലാണ്. അവിടെ ഒരു കൽവെട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും മുകളിലാണെന്ന്. അത് കണ്ടപ്പോഴുള്ളൊരു സന്തോഷമില്ലേ ഗായ്സ്, അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ ഇവിടെ നിന്ന് മുന്നോട്ട് പോയ ഞങ്ങൾക്ക് നരകതുല്യമായ മണിക്കൂറുകളായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായി അതിനി എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ആ മല കയറിയത് കൊണ്ടാണോ ഇനി വണ്ടിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഡൊമിനാർ താഴെ നിന്നു. അടുത്തത് ഹൂബിയായിരുന്നു. ഹൂബിൻ്റെ വണ്ടി ഒരടി മുന്നോട്ട് പോവാതെ ദേ ഈ ഒരു കയറ്റത്ത് വെച്ച് അവൻ്റെ വണ്ടിയിൽ നിന്നു. ഇതിന് തൊട്ട് മുകളിലായിട്ട് രാഹുലിൻ്റെ എക്സ്പൾസും നിന്നു. സമയം ഏകദേശം 12 മണി കഴിഞ്ഞിരുന്നു. വണ്ടി നിന്നതിനേക്കാൾ ആർക്കും ഒട്ടും വയ്യായിരുന്നു. രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. 7 മണിക്ക് തിരിച്ചെത്താമെന്ന പ്ലാനിൽ വന്ന ഞങ്ങൾക്ക് എല്ലാ പ്ലാനും മാറി. കയ്യിലുണ്ടായിരുന്ന വെള്ളവും തീർന്നു. ആകെ മൊത്തത്തിൽ ഫുഡില്ല, വെള്ളമില്ല, ഓക്സിജനില്ല, ഒന്നുമില്ല. ഒരേ ഒരു ലക്ഷ്യം, മികില പാസ്. എന്നാൽ ആകെ അലട്ടിയിരുന്ന പ്രശ്നം വണ്ടികൾക്കും ഞങ്ങൾക്കും വയ്യാതെയായി. എംപൾസും എക്സ്പൾസും ഡൊമിനാറും ഒരടി മുന്നോട്ട് പോകാനാവാതെ താഴെ തന്നെ നിന്നു. ആർക്കും ഒരടി അനങ്ങാൻ വയ്യ. ഞാനും ഇർഫാനും കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വന്നു. അവിടെ വെച്ച് അതും ഉണ്ടായി. ഇർഫാൻ്റെ വണ്ടിയും ഒരടി അനങ്ങുന്നില്ല. തൊട്ടു താഴെയായി പീക്കും പവർ ലോസ് വന്ന് താഴെ നിർത്തേണ്ടി വന്നു. ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഫെയിലായിരിക്കുന്നു. ഗായ്സ്, മികില പാസ് നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് കുറേ അടി മുന്നിൽ വന്നു.
ഇവിടെ നീ ആ കാണുന്ന വഴി പോയിട്ട് തിരിച്ച് ഈ മല എങ്ങനെ കയറണം കേട്ടോ. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ട്. വണ്ടി കയറുന്നില്ല. ഇൻ്റർസെപ്റ്റർ എന്താണെന്നറിയില്ല, ക്ലച്ച് റിലീസ് ചെയ്തിട്ടും വണ്ടി മൂവ് ആവണില്ല. V-Strom പിന്നെ ഇതോ അവിടെ നിൽക്കുന്നുണ്ട്. ഇതോ നമുക്ക് കാണാവുന്നറിയില്ല, ഇതേ താഴെ നിൽക്കുന്നുണ്ട്. നടന്ന് കയറാന്ന് വെച്ചാ നടക്കില്ല മക്കളെ, അത്ര ആൾട്ടിറ്റ്യൂഡാണ്, സീനാണ്. എന്താണിത്? അപ്പോ വരുന്നവര് എന്താ പറയാ, റോഡ് പണി കയറിയവരുണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. ഇതൊരു 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ, ഇവിടെ നിന്ന് 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ. എക്സ്പൾസും എംപൾസും ഡൊമിനോറും താഴത്തുനിന്ന് തന്നെ തിരിച്ചു പോയി. ഞങ്ങൾ ഇത്രയെങ്കിലും കയറി വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ആ കയറ്റം കയറി അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് കയറണം കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, കയ്യെത്തും തുമ്പത്താണ്, പക്ഷെ നടക്കില്ല. നടന്നു പോയാലും നടക്കൂല, ബാക്കപ്പ് വേണം. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഫെയിലായോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ 2 വട്ടം ട്രൈ ചെയ്തു, പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ടില്ല ഇനിയിപ്പോൾ ട്രൈ ചെയ്താൽ ശരിയാവില്ല എന്നറിയാം. ഇൻ്റർസെപ്റ്റർ പോലും കയറുന്നില്ല കണ്ടോ, ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വണ്ടി മൂവ് ആവണില്ല. അപ്പോൾ അത്ര ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. ഇനിയിപ്പോൾ റോഡൊക്കെ ശരിക്കും പണിതാലേ കയറാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കണം. അവർ മനഃപൂർവ്വം ഇവിടെ ഒരു കയറ്റം പോലെ ഉണ്ടാക്കി വെച്ചാണോ എന്നും അറിയില്ല. ഓക്കെ, സോ നമ്മുടെ മിഗില പാസ് നമ്മൾ ഇത്രേ ട്രൈ ചെയ്യണുള്ളൂ, ബാക്കി നമുക്ക് നോക്കാം. തിരിച്ചിറങ്ങാണ്, വയ്യ, നടക്കില്ല. 3 വണ്ടികളുടെയും ക്ലച്ച് പ്ലേറ്റ് കരിഞ്ഞതാണ് വണ്ടി ഒരടി അനങ്ങാത്തതിൻ്റെ കാരണം. തിരിച്ചിറങ്ങാന്നുള്ള മനസ്സ് വരുമ്പോഴത്തേക്കും സമയം 2:30 കഴിഞ്ഞിരുന്നു. അതുവരെ ഭംഗിയായി തോന്നിയ മലനിരകൾ ഒരു രാക്ഷസനായി ചിരിക്കുന്ന പോലെയാണ് പിന്നീട് ഫീലായത്. കൂടെ ഉണ്ടായിരുന്ന കാറ് അവരുടെ കാര്യം നോക്കി അവരങ്ങ് പോയി. മലമുകളിൽ 4x4 കാറിനെ ബൈക്ക് കൊണ്ട് എങ്ങനെയാണ് തോൽപ്പിക്കാൻ സാധിക്കുക? മികില കയറുന്നതിൻ്റെ സന്തോഷമെല്ലാം പോയി എങ്ങനെയും ജീവനോടെ താഴെ എത്തിയാൽ മതി എന്നായി. വണ്ടിയെയും പിള്ളേരെയും എങ്ങനെയെങ്കിലും താഴെ എത്തിക്കുക എന്നായി ഇനി എൻ്റെ ലക്ഷ്യം. V-Stromഉം ഡൊമിനോറും മാത്രമേ റണ്ണിങ് കണ്ടീഷനിലായിട്ട് ഇപ്പം നിലവിലുള്ളൂ. നേരം പോകും തോറും തണുപ്പും കൂടുന്നുണ്ട്. വെള്ളവും ഭക്ഷണവും ഇല്ലാത്തതുകൊണ്ടും പിള്ളേർക്കും ഒരടി അനങ്ങാൻ വയ്യ. നേരെ താഴെ പോയി ആർമീനെ വിളിച്ചിട്ട് വരാല്ലാതെ വേറെ ഒരു വഴിയും ഇപ്പം കാണുന്നില്ല. മലമുകളിൽ നിന്ന് അവരെയും വണ്ടിയെയും രക്ഷിക്കാൻ ഇനി അത് മാത്രമേ വഴിയുള്ളൂ. അതിനായി അവരെല്ലാം മുകളിൽ തന്നെ നിർത്തി ഞങ്ങൾ താഴോട്ട് വന്നു. അപ്പോഴും ഒരു പ്രശ്നം, ആ കിടങ്ങ് എങ്ങനെ ചാടിക്കിടക്കും? എന്ത് നോക്ക്? നെറ്റോ? ആകെ ഒരു പുള്ളിയുണ്ട്. അവരെന്താ പറയുന്നേ? അതിൻ്റെ അടുത്ത് വേറെ നമ്പർ ഉണ്ടോ ചോദിക്കി? ഇവിടത്തെ പണിക്കാരോട് കാര്യം പറഞ്ഞപ്പോൾ കിടങ്ങ് ചാടിക്കിടക്കാൻ അവർ ഞങ്ങളെ സഹായിച്ചു. അവർക്കും 1000 നന്ദി. ഈ അവസരങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ ചെറുതൊന്നുമല്ല. ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി വിവരം പറഞ്ഞ ഉടനെ ആളെയും വണ്ടിയും വിട്ടുതന്ന VROയ്ക്കും ഇന്ത്യൻ ആർമിക്കും ഒരുപാട് നന്ദി. ഒരുപക്ഷെ ജീവൻ വരെ പോകാമായിരുന്ന ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലെ ഉണ്ടാവാതിരിക്കട്ടെ ഗൈസ്. ഇത്രയും ഭയന്ന നിമിഷങ്ങൾ ഇതിനു മുന്നേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല, ഇനിയോട്ട് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങളെ എല്ലാവരെയും ഹോം സ്റ്റേയിൽ സേഫായി എത്തിച്ചതിന് ശേഷമാണ് ആർമി മടങ്ങിയത്. ആർമി പോലെ
ആ ഇതൊന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും സേഫായി ഹോം സ്റ്റേയിലെത്തിയതിൽ വളരെ സന്തോഷം. ഇനി ഈ വണ്ടികളും ഞങ്ങളും എങ്ങനെ നാട്ടിലെത്തും എന്നതാണ് അടുത്ത തലവേദന. ഇനി എന്താവുമെന്നറിയാൻ തുടർന്ന് എപ്പിസോഡുകൾ കാണുക. അതുവരേക്കും ബൈ ബൈ.